रिश्ते में तो हम तुम्हारे बाप होते हैं। हाय, नाम है शहनशाह। നാട്ടിൻപുറത്തെ ഉത്സവ പറമ്പുകളിൽ ഞാൻ ഉറക്കമൊഴിഞ്ഞു നിന്ന കണ്ട ഒരു സ്വപ്നമായിരുന്നു മദിരാശി. അവിടുത്തെ വലിയ വാതിലുകളിൽ മുട്ടാൻ ദൈവം എനിക്കൊരു വലം കൈ തന്നു. സിദ്ദിഖ് മുഹമ്മദ് എന്ന സിദ്ധു. ഗുഡ് മോർണിംഗ്. സിദ്ധു എവിടെ? സാർ ആ പഠിക്കുന്ന ടൈറ്റിൽ കൺഫേം ചെയ്തോട്ടെ. സിദ്ധു സാർ, സിദ്ധു ലാലു വന്നോ? ലാലേട്ടൻ ലാൽ സാർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടുണ്ട് സാർ. ഓക്കെ. അപ്പോഴേ ചാക്കോച്ച ഒന്ന് കൺഫേം ആക്കിയിട്ട് കൊടുത്താൽ വിളിച്ചോളാം. ശരി സാർ 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 എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. സാറിന് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാ. ഒന്ന് വിളിച്ചോട്ടെ. ഇതാ അവിടെ. ഓക്കെ. കൊള്ളാം. ഇവന്റെ കണ്ണില് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അഭിനയിച്ച് ചീത്തയായിട്ടില്ല. അതെ. എന്താ പേര്? ജയകർ. ജയ്. ഞാൻ 1.5 വർഷമായിട്ട് ഈ പടത്തിന്റെ പുറകിലാണ്. ഇനി ഇത് കഴിഞ്ഞ അടുത്ത പടത്തെക്കുറിച്ച് ആലോചിക്കും. അല്ല സിദ്ദിഖേ, സിദ്ദിഖല്ലേ വില്യംസിന്റെ അടുത്ത പടത്തിന്റെ കൺട്രോളർ? ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണോ? വില്യം സാറ് സ്വഭാവം സാറിന് അറിയാലോ. സാറും വില്യം സാറും നമ്മൾ ഇരിപ്പുവശം അറിയാവുന്നതുകൊണ്ട് പറയാം. സാറൊന്ന് പറഞ്ഞാൽ. ഞാൻ പറയാവുള്ളൂ. താൻ എന്നെ കണ്ട പോലെ ഒന്ന് അയാളെ പോയി കാണും. അപ്പൊ ജയ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വലിയ പേര് സാർ. സാർ, എൻ്റെ പേര് ജയ്. 1 മിനിറ്റ് ഈ കസേര എനിക്കൊന്ന് വേണം. സാറ്, അല്ല, വില്യേട്ടൻ ഭയങ്കര ചൂടനാണെന്നും ഒരു പ്രത്യേക ക്യാരക്ടറാണെന്നും ഒക്കെ സിദ്ധു എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ വരണ്ട, ഞാൻ നേരിട്ട് പോയി മീറ്റ് ചെയ്തോളാം. വില്യേട്ടൻ അടുത്ത ചെയ്യുന്ന സിനിമയിൽ എനിക്കൊരു റോള് തരണം. അതും വെറും ക്യാരക്ടർ റോളൊന്നുമല്ല, ഹീറോ. 4 വർഷത്തെ കൈമൈ അധ്വാനം, 14 വർഷത്തെ സ്വപ്നം, ഒരു ആയുഷ്കാലത്തിന്റെ കടപ്പാട്, ഇതൊക്കെയാണ് എൻ്റെ യോഗ്യത. ഒരൊറപ്പ് ഞാൻ തരാം, അങ്ങനൊരു തീരുമാനത്തിന്റെ പേരിൽ എവിടെയും നിങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാവില്ല. ആർക്കോ ഒഴിഞ്ഞു വെച്ച് ചീറ്റി പോകുന്നേക്കാൾ നല്ലത് അത് ഞാൻ ചെയ്ത് ഭംഗിയാക്കുന്നല്ലേ സാർ? നീ കുടിക്കുവോ? ശീലമില്ല, പിന്നെ. അല്ല, ഒരു മാന്യതയ്ക്ക് വേണ്ടി ചോദിച്ചാണ്. നിന്റെ ഈ പാസ്പോർട്ട് ഉണ്ടോ? പെരുവിരൽ മുതൽ തല വരെ കിടുകിട വിറച്ചപ്പോഴും ഇല്ലാത്ത ധൈര്യം നന്നായി അഭിനയിച്ചതുകൊണ്ടാണോ അതോ ഭദ്രൻ സാറിന്റെ വാക്കിന്റെ ഗുരുത്വമാണോ? എന്റെ മനസ്സാഗ്രഹിച്ചത് വില്യേട്ടൻ എനിക്ക് തന്നു. ഈ പാതിരാത്രിക്ക് ഇവിടെ വന്ന് നിൽക്കാന്ന് വല്ല നേർച്ചയുണ്ടോ? എത്ര രാത്രികൾ ഇങ്ങനെ ഇവിടെ വന്ന് നിന്നിരിക്കുന്നു. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു അഡ്രസ്സ് ഇന്നെനിക്കുണ്ടടാ. ഒരു നായകന്റെ അഡ്രസ്സ്. അത് ഈ മദിരാശി സമ്മാനിച്ചല്ലേ. അപ്പോ അവളോട് നന്ദി പറയണ്ടേ? നീ ഇനി അങ്ങോട്ട് ഓർക്കേണ്ട ഒരേ ഒരു പേരേ ഉള്ളൂ. അത് ഈ സിനിമയുടെ നായികയുടെയാ, താര. ശ്രീദേവിക്ക് ശേഷം സൗത്ത് ഇന്ത്യയിലെ 4 ഭാഷകളിലെ ഏക ലക്കി സ്റ്റാർ ഇവളൊന്നേ ഉള്ളൂ. എമ്മാതിരി മാർക്കറ്റാ. അവൾക്ക് ബോധിച്ച നിന്നെ ചിലപ്പോൾ അവളങ്ങ് റെക്കമെൻഡ് ചെയ്ത് കളയും. പിന്നെ അത് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഈ സിനിമ അവൾ കമ്മിറ്റ് ചെയ്തത് അവിടെ അപ്പൻ വിശ്വൻ സാറെ നിർബന്ധത്തിലാണ്. വിശ്വൻ സാറും നമ്മുടെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഡേവിഡ് ഈപ്പൻ സാറും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം അങ്ങനെ. പക്ഷേ ഒന്നു മാത്രം ഈ സിനിമയിൽ നീ പ്രതീക്ഷിക്കണ്ട. പണം. കറക്റ്റ്. അത് എനിക്ക് മനസ്സിലായി. അളിയ, എത്ര പണം കൊടുത്താലും കിട്ടാത്തൊരു തുടക്കത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും ശ്രമിച്ചത്. അപ്പോൾ ഇനി ഈ മദ്രാസ് വിട്ട് പോകണമെങ്കിൽ നമ്മൾ കൊണ്ടേ പോകും. Good evening, ladies and gentlemen, and welcome
to Vivo Cinema, the night when your most favorite stars and films are celebrated in the best, biggest possible manner. 20 years, 200 films, one man. Jai. ഇരുപത് വർഷങ്ങൾ 200 സിനിമകൾ. എല്ലാ നേട്ടങ്ങൾക്കുമൊടുവിൽ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു എന്ന ബോധ്യം വന്നത് തൻ്റെ നേർപകർപ്പായ മകനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് സിദ്ധു എന്നെ പിരിഞ്ഞപ്പോഴാണ്. മരിക്കും മുമ്പ് അവൻ ആ പേരെന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു, താര. എൻ്റെ ചോര കൊണ്ടായിരിക്കും നിങ്ങളുടെ പെങ്ങളുടെ വയറ്റിൽ വളരുന്ന സാർ ഓക്കെ. താരാമേടം റെഡിയാ. വെയിറ്റ്. എനിക്ക് നിങ്ങളെ ഭയമില്ല ക്യാപ്റ്റൻ വിൻസെന്റ് ഗോഡ്ഫ്രെ. നിങ്ങൾ അഴിച്ചുവിട്ട നിങ്ങളുടെ ചെരുപ്പ് നക്കി പട്ടികളെ. ജയ്, ഈ ഡയലോഗിന്റെ പകുതി ആവുമ്പോഴേക്കും താൻ തന്റെ സൈഡിലോട്ട് ഹീറോയിനെ ആക്കണം. എന്നിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കി. ഓക്കെ ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. ജയ്, റെഡിയല്ലേ? ആ, റോൾ സൗണ്ട്. ക്യാമറ 42/4 ടേക്ക് 1 ക്ലാപ്പ് ആക്ഷൻ. എനിക്ക് നിങ്ങളെ ഭയമില്ല ക്യാപ്റ്റൻ വിൻസെന്റ് ഗോഡ്ഫ്രെ. നിങ്ങൾ അഴിച്ചുവിട്ട നിങ്ങളുടെ ചെരുപ്പ് നക്കി പട്ടികളെ. നിങ്ങൾ എന്നോടും എൻ്റെ കുടുംബത്തിനോടും ചെയ്ത മഹാപാപത്തിന് ഞാൻ പ്രതികാരം വീട്ടുന്നത് നിങ്ങളുടെ ചോര കൊണ്ടായിരിക്കില്ല. എന്റെ ചോര കൊണ്ടായിരിക്കും. നിങ്ങളുടെ പെങ്ങടെ വയറ്റിൽ വളരുന്ന എന്റെ ചോര കൊണ്ട്. ഇന്നു മുതൽ ഇവൾ എന്റെ പെണ്ണാണ്. Hey, I'm your biggest fan in the world. താര, ഇന്നു മുതൽ ഇവൾ എന്റെ പെണ്ണാണ്.